ഹലോ എവരി വൺ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു ഈവനിങ് വ്ളോഗാണ്. ഈവനിങ് വ്ളോഗ് എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം ഇതിൽ ഉച്ച തൊട്ട് ഒരു 6 മണി 7 മണി വരെയുള്ള സംഭവം മാത്രമേ ഉള്ളൂ. കാരണം ഞാൻ ഇന്ന് എണീച്ച് തന്നെ ഭയങ്കര വൈകിപ്പോയി. 1 മണി 1:30 ടൈമിൽ എന്താണ് ഞാൻ എണീച്ച് വന്നത്. പിന്നെ കുറേ നേരം ഇരുന്ന് ടി വി കണ്ടു. കുറേ നേരം ഇരുന്ന് കണ്ടില്ലെങ്കിലും കുറച്ച് നേരം ഇരുന്ന് കണ്ടു. പിന്നെ ഉമ്മച്ചിട്ട് ഒച്ചപ്പാടായി പോയി കുളിക്കുന്നു പറഞ്ഞിട്ട് ലാസ്റ്റ് വേഗം പോയി കുളിച്ചു. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് നോക്കിയപ്പോൾ എന്താടാ മഴ പെയ്യുന്നതല്ല, മഴ പെയ്യുമ്പോൾ മുമ്പുള്ളൊരു സംഭവം ഉണ്ടല്ലോ, ഈ മൂടിപ്പോഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന സംഭവം. ഈ സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു അന്തരീക്ഷത്തിലേക്ക് മാറി തുടങ്ങി. അങ്ങനെ ഞാൻ ഫുഡൊക്കെ എടുത്ത്, ഫുഡ് ഇങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല, എന്നെ ചോറും തോരനും മീൻ ഫ്രൈ അച്ചാറും പപ്പടം മാത്രമേ ഉള്ളൂ. സോ അതൊക്കെ ഇരുന്ന് കഴിച്ച് കുറച്ച് നേരം ടി വിയൊക്കെ കണ്ട് അങ്ങനെ ഇരുന്നു. അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ കഴിച്ച പാത്രം നമ്മൾ തന്നെ കഴിക്കണം എന്നാണല്ലോ ഇത് അതന്നെ. ഫുഡ് കഴിച്ചിട്ടിപ്പോൾ ദേ വരുന്ന ഒരാൾ, ആര് ക്രേവിങ്സ്, വേറെ ആരില്ലടാ ക്രേവിങ്സ്. ഫുഡ് കഴിച്ചിട്ട് എനിക്ക് അപ്പം മധുരം കഴിക്കണം. നോക്കിയപ്പോൾ എന്താ ഒരു തണ്ണിമത്തൻ അടിക്കണം. ഇന്നലെ വാപ്പിച്ചും പുറത്തേക്ക് വാങ്ങിച്ചുകൊണ്ട് വന്ന ഫ്രൂട്ട്സിലൊന്നാണ് ഈ തണ്ണിമത്തൻ. എൻ്റെ ഫേവറേറ്റ് ഫ്രൂട്ട്സിലൊന്നായതുകൊണ്ടും പിന്നെ ഇവിടെ ആർക്കും അധികം ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ ഫസ്റ്റ് തന്നെ ഞാൻ എസ്കി. പിന്നെ അതേന്ന് വെട്ടി മുറിച്ച് നേരെ ബൗളിലാക്കി നേരെ പോയടാ ടി വി ആണ് ചെന്നപ്പോഴാണ് മനസ്സിലായത് നല്ല രീതിക്ക് ഇടി വെട്ടുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ടി വി വെച്ച് കഴിഞ്ഞാൽ ടി വി അടിച്ചു പോകുന്നതുകൊണ്ടല്ല, വാപ്പിച്ചിട്ട് ഇന്നലെ ചീത്ത വെക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ ടി വി ഓൺ ആക്കിയില്ല. കുറച്ച് നേരം ഫോണിൽ തോണ്ടാന്ന് വിചാരിച്ചു. ഫോൺ എടുത്തുകൊണ്ട് വന്ന് ഫോണിൽ തോണ്ടി. പിന്നെ കട്ട് ചെയ്തുന്ന ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ച് അങ്ങനെ ഇരുന്നു. ലാസ്റ്റ് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു, ഒരു പടം കണ്ട് വരയ്ക്കാമെന്ന് വിചാരിച്ചു. ഈ ബട്ടർഫ്ലൈനെ വരച്ചു. ഇത് വരച്ചപ്പോൾ ഞാനങ്ങനെ ഫോണൊന്നും എടുത്തില്ല. കാരണം എന്തെങ്കിലും ഒരു സാധനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ അതൊന്നും നടക്കില്ല, ഇതൊന്നും നടക്കില്ല. സോ ഞാൻ അധികം അതിൻ്റെ വരയ്ക്കാനൊന്നും എടുത്തില്ല. പിന്നെ കളറേ എടുക്കാമെന്ന് വിചാരിച്ചു, അതും നടന്നില്ല. ജസ്റ്റ് ഒരു കളറിൻ്റെ ബിറ്റ് മാത്രമേ എടുത്തുള്ളൂ. എന്തെങ്കിലും വരയ്ക്കാമെന്ന് വിചാരിച്ച് തുടങ്ങിയതാണ്. അങ്ങനെ വരച്ചു വന്നപ്പോൾ എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടല്ലേ ബട്ടർഫ്ലൈ കാണാൻ. ഞാൻ വലിയ അത്ര ഒന്നും വരയ്ക്കുന്ന ആളൊന്നല്ല, ചുമ്മാ കണ്ടപ്പോൾ ജസ്റ്റ് വരച്ചെന്നുള്ളൂ. അങ്ങനെ പിന്നെ ഒരു റോസും കൂടി വരച്ചാലാന്ന് വിചാരിച്ചു. ഒരു റോസിൻ്റെ ഒരു പേപ്പർ കട്ടിങ് കണ്ടപ്പോൾ അത് വരയ്ക്കാൻ വിചാരിച്ചു. പക്ഷെ അതാകെ ഫ്ലോപ്പായി പോയി. പിന്നെ ആരോ വന്ന് വിളിച്ച് ചെന്ന് നോക്കിയപ്പോൾ എന്താ വേറെ ആരുമില്ല, എൻ്റെ കൊറിയർ ചേട്ടൻ തന്നെയാണ്. പുള്ളി എനിക്ക് സ്ഥിരമായി. പുള്ളി എൻ്റെ വീടൊക്കെ എന്നെ വിളിക്കാണ്ട് തന്നെ വന്നു. വേറൊന്നല്ല, ഈ 2 സംഭവങ്ങളാണ്. ഒരു വാൾ ഡെക്കോറൊക്കെ ചെയ്യാൻ പ്ലാൻ ഉണ്ട്. നടക്കില്ലെന്ന് അറിയില്ല, നടന്നെന്തായാലും പോസ്റ്റ് ചെയ്യാം. പിന്നെ ഈ 3 ഞാൻ വരച്ച സാധനങ്ങളെടുത്ത് ചുമ്മാ ഷോ കാണിക്കുന്നതാണ്, വേറൊന്നുമല്ല. അങ്ങനെ പിന്നെ ഒരു 4 മണി 4 എന്തോ ആയപ്പോൾ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ച് പുറത്തേക്കൊക്കെ നോക്കി. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ച് റൂമിലിട്ട് പോയപ്പോഴാണ് ഞാൻ ആ കാഴ്ച കണ്ട് ഞെട്ടിയത്. വേറൊന്നല്ല, എൻ്റെ റൂം ആകെ മിസ്സായി കിടക്കുകയാണ്. എൻ്റെ ബുക്കും എൻ്റെ ഡയറിയും എൻ്റെ ജേർണൽസും എല്ലാ കാര്യങ്ങളും വലിച്ചുവാരി കിടക്കണതാണ്. എൻ്റെ മേക്കപ്പ് പ്രോഡക്റ്റ്സ് എല്ലാം തന്നെ ഞാൻ ആകെ അലങ്കോലായി കിടക്കുകയാണ്. ഞാനത് റെഡിയാക്കി വെച്ചിട്ടൊന്നുമില്ല. പിന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി. പിന്നെ റെഡിയാക്കാൻ വിചാരിച്ച് പുറത്തേക്ക് ഇറങ്ങി. സോ പുറത്തേക്ക് ഇറങ്ങി ഇങ്ങനെ പിള്ളേർ ഇങ്ങനെ ഓരോ കളികളിലാണ്. അപ്പോഴും ആ വരാനിരുന്ന മഴ പെയ്തിട്ടില്ല. അങ്ങനെ തന്നെ നിൽക്കുവാണ് അന്തരീക്ഷം. പിന്നെ അതേ കുറേ നേരം ഈ ചെടികളൊക്കെ നോക്കി, അപ്പുറത്തെ വീട്ടിലെ ചെടികളൊക്കെ നോക്കി. പിന്നെ എൻ്റെ വീടിൻ്റെ ബാക്ക് സൈഡിലോട്ടൊക്കെ പോയി ഈ റംബൂട്ടാന്മാരൊക്കെ കണ്ട്, ഈ റംബൂട്ടാനൊക്കെ എന്നാ പൂക്കണേന്ന് ആലോചിച്ച് നടക്കണതാണ് ഞാൻ. അങ്ങനെ കുറേ ചെടികളൊക്കെ തൊട്ട് നോക്കി. ഇതിനെക്കുറിച്ചൊന്നും വലിയ ധാരണയൊന്നും എനിക്കില്ല കേട്ടോ, ഞാൻ ചുമ്മാ തൊട്ട് നോക്കണതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ വാൾ ഡെക്കോർ അല്ലെങ്കിൽ എൻ്റെ ഡെസ്ക് ഡെക്കോറൊക്കെ, അത് ചുമ്മാ കാണിച്ചു തന്നെയാണ്. പിന്നെ ഉമ്മച്ചി പറഞ്ഞു പുറത്ത് പോകാൻ, സാധനങ്ങളൊക്കെ തീർന്നിരിക്കുക, പുറത്ത് പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ പുറത്ത് പോകാനുള്ള ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. കാര്യമായിട്ടൊന്നുമില്ല, ഒരു ലിപ് ബാമും ലിപ്സ്റ്റിക്കും മാത്രമേ ഇടുന്നുള്ളൂ. സോ ഞാനപ്പോൾ വണ്ടിക്ക് എടുത്ത് വേഗം തന്നെ ഇറങ്ങി. മിറർ കണ്ടതിന് മിറർ സെൽഫി മസ്റ്റ് ആണല്ലോ. അങ്ങനെ ഞങ്ങൾ വേഗം തന്നെ വണ്ടിക്ക് എടുത്തു. വേഗം ഉമ്മച്ചി പിന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തെങ്കിലും വേഗം തന്നെ ഉമ്മച്ചി വന്നു. അങ്ങനെ വണ്ടി എടുത്ത് വേഗം പോന്നു. ഒരു സൂപ്പർ മാർക്കറ്റിലേക്കാണ് വന്നത്. ഉമ്മച്ചിക്ക് എല്ലാ ചില സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. എനിക്കൊന്നും മേടിക്കാനുണ്ടായിരുന്നില്ല. ഞാൻ ഒരു ക്യാൻഡിലും ഒരു ടേപ്പ് മാത്രമേ എടുത്തുള്ളൂ. പിന്നെ ഇതിലോട്ടൊക്കെ കണ്ണു പോയെങ്കിലും അങ്ങനെ മേടിച്ചൊന്നുമില്ല. ഒരു പേർക്ക് മാത്രമേ ഞാൻ മേടിച്ചുള്ളൂ. അങ്ങനെ പിന്നെ വീടെത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ അധികം ഷോർട്സ് ഒന്നും എടുത്തില്ല. പിന്നെ വീട്ടിൽ കസിൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മച്ചി ഉണ്ണിയപ്പോൾ വാട്ടർമെലനും അലുവയൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ കഴിച്ച് അങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള ക്ലിപ്സൊന്നും ഞാൻ എടുത്തില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ. സോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഓക്കെ, ബൈ.